പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് റജബ് മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവ് അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ആവാനും സാധ്യതയുണ്ട്. കാരണം അടുത്ത വ്യാഴാഴ്ച റജബ് 29-ആണ്. അപ്പോൾ അന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിന്നെ പരിപാവനമായ ഷഅബാൻ നമ്മളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ റജബ് മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവാൻ. എന്താണെങ്കിലും പുണ്യങ്ങളേറെ നിറഞ്ഞ ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു രാവാണ് നമ്മളിലേക്ക് വരുന്നത്. പുണ്യമായ ഒരു ദിനമാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ച രാവിലും നമ്മൾ പരിചയപ്പെടുന്ന ഓരോ സ്വലാത്തുണ്ട്. ആ ഒരു ക്രമത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതും ഒരു സ്വലാത്താണ്. രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടി, രക്തസാക്ഷികളോടൊപ്പം ശുഹദാക്കളോടൊപ്പം വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് വലിയ തൗഫീഖ് കിട്ടുന്ന പുണ്യങ്ങളേറെ നിറഞ്ഞ ഒരു സ്വലാത്താണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ചൊല്ലുന്ന നമുക്ക് മാത്രമല്ല, നമ്മുടെ ഉമ്മിച്ചിക്കും വാപ്പിച്ചിക്കും ഒക്കെ അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിനുണ്ട്. 8-ലധികം നേട്ടങ്ങൾ മഹത്തുക്കൾ ഈ സ്വലാത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ സ്വലാത്ത് എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്വലാത്തിനെ പറ്റി പരിചയപ്പെടാം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണല്ലോ എൻ്റെ ഉമ്മമാരെ, ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 7 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നമുക്ക് എല്ലാ ഖൈറാത്തുകളും റബ്ബ് തരും. നമ്മളിങ്ങനെ കേൾക്കുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം അല്ലാഹു തആല വലിയ ഖൈറിലാക്കി തരും. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവുകയും ചെയ്യരുത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ ഈ റജബ് മാസത്തിൻ്റെ ഇത്രയും ദിവസം നമുക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലാനും സ്വലാത്തുകൾ പറയാനും ഒക്കെ സാധിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി റജബ് 27-ൻ്റെ സുന്ദരമായ ദിനങ്ങളൊക്കെ നമ്മളിലേക്ക് വരികയാണ്. പിന്നെ ഷഅബാൻ മാസം വരുന്നു, പിന്നെ പുണ്യമായ റമദാൻ വരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇബാദത്തെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും ഹാസുലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 23-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 23-ാമത്തെ പകലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു രാവ് റജബ് മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നത് റജബ് 30-ൻ്റെ രാവാവാം, അല്ലെങ്കിൽ പരിശുദ്ധമായ ഷഅബാൻ 1-ൻ്റെ രാവാവാം. അതായത് അടുത്ത വ്യാഴാഴ്ച റജബ് 29-ആണ്. അപ്പം അന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഷഅബാൻ 1-ആണ്. നിലാവ് കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച റജബ് 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും ഷഅബാൻ 1. അത് വെറുതെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരുപക്ഷെ ഇന്ന് വ്യാഴാഴ്ച പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അൽഹംദുലില്ലാ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പവിത്രമായ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിൽ ഒരു സ്വലാത്തിൻ്റെ മഹത്വം നമുക്കൊന്ന് പഠിക്കാം. ആ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ നിത്യമാക്കാം. അതിനു മുമ്പ് റജബ് മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലെ എല്ലാ ബറക്കത്തുകളും നമുക്ക് കിട്ടാൻ വേണ്ടി റജബ് മാസത്തിൽ നമ്മൾ പറയുന്ന ആ ദുആ ഒരു 3 വട്ടം നമുക്ക് പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാവരും പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സുന്നത്തായ ഫർളായ ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളുടെ എല്ലാം സ്വീകാര്യത ഇരിക്കുന്നത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനനുസരിച്ചാണ്. ഇപ്പം നിസ്കാരത്തിൽ തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്. എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലുന്നത്? അല്ലെ, അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യും, ആ ദുആക്ക് മുമ്പ് നമ്മൾ സ്വലാത്ത് പറയാറുണ്ട്. അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അപ്പോൾ എന്ത് സുന്നത്തായ ഫർളായ കർമ്മമാവട്ടെ, ആ കർമ്മത്തിൻ്റെ സ്വീകാര്യത ഇരിക്കുന്നത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ സ്വലാത്ത് അധികമായി ചൊല്ലിയാൽ നമ്മുടെ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആത്മീയമായ ഗുരുവിനെ പോലെയാണെന്നാണ്. നമ്മുടെ ഒരു ഉസ്താദ്, നമ്മുടെ ഒരു അധ്യാപകനെ പോലെയാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. സ്വലാത്ത് അധികമായി ചൊല്ലുന്ന ഒരാൾക്ക് ആത്മീയമായ ഒരു തർബിയത്തുണ്ടാകും. ഇപ്പം നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അത് മോനെ തെറ്റാണ് എന്ന് പഠിപ്പിക്കാനാണ് ആരുള്ളത്? ഗുരു ഉള്ളത്, ഉസ്താദ് ഉള്ളത്, അധ്യാപകനുള്ളത്. അല്ലേ? തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും തെറ്റ് ചെയ്യരുതെന്നും ശരി ചെയ്യണമെന്നും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നും ശരി ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നും നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്? അധ്യാപകനാണ്. അപ്പോൾ ആ ഒരു അധ്യാപകൻ്റെ റോള് ചെയ്യുന്ന നമ്മുടെ ആത്മീയമായ ഗുരുവാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ. അപ്പോൾ സ്വലാത്ത് അധികമായി ചൊല്ലും തോറും നമ്മുടെ സ്വഭാവം നന്നാവും, നമ്മുടെ പ്രശ്നങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും ഇൻഷാ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി മരിക്കാനും നമുക്ക് പറ്റുന്നതാണ്. ഇതാണ് സ്വലാത്ത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുണ്യമായ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ സ്വലാത്ത് പഠിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഭയങ്കര ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്തിൻ്റെ നേട്ടം നിങ്ങൾക്ക് കേൾക്കണോ? ഒന്നാമത്തെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലുന്നവൻ നന്നാകുന്നതാണ്. സ്വലാത്ത് ചൊല്ലുന്ന നമ്മൾ എത്രമാത്രം ഇത് അധികരിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ നന്നാവും. ചൊല്ലുന്നവൻ നന്നാകുമെന്നാണ് മഹത്തുക്കൾ പറഞ്ഞത്. ചൊല്ലുന്നവൻ്റെ ചിലപ്പോൾ നന്നാവൽ എങ്ങനെയായിരിക്കാം? കുടുംബം നന്നാവും, ചിലപ്പോൾ അവൻ്റെ മക്കൾ നന്നാവും, ചിലപ്പോൾ അവൻ്റെ കച്ചവടം നന്നാവും, അവൻ്റെ സ്വഭാവം നന്നാവും, നമ്മുടെ സാമ്പത്തിക മേഖല നന്നാകും, അങ്ങനെ എന്തുമാവാം. ചിലപ്പോൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നല്ലൊരു നന്നാവൽ അല്ലാഹു തആല തരും. അങ്ങനെ എന്തെല്ലാം മേഖലകളിൽ നന്നാവലുണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടും ഈ സ്വലാത്ത് കാരണം. രണ്ടാമത്തേത്, ഇത് ചൊല്ലിയവനും ഗുണമാണ്, ഇത് ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും ഗുണം കിട്ടുമെന്നാണ്. ചൊല്ലിയവനും ഗുണമാണ്, ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും ഗുഫിറ ലഹു വലിവാലിദിഹി, ആ ചൊല്ലിയവനും ചൊല്ലിയവൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വരെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ മറ്റൊരു പ്രതിഫലമായി മഹത്തുക്കൾ പറയുന്നു, ഈ സ്വലാത്ത് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബാകുന്ന അഫ്ളലുസ് സ്വലവാത്തി അലാ സയ്യിദിസ് സാദാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സ്വലാത്തുകളെ പറ്റി മാത്രം പറയുന്ന വെറൈറ്റി ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെടുത്തുന്ന ഒരു കിതാബാണ്. ആ കിതാബിൽ പറയുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം നമുക്ക് ദുആ കൊണ്ടിരിക്കും. 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നതാണ്. മറ്റൊരു പ്രതിഫലം മഹത്തുക്കൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എത്ര പ്രാവശ്യം? 100 വട്ടം ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല നരകമോചനം തരുന്നതാണ്. കാപഢ്യത്തെ തൊട്ടുള്ള മോചനം, കാപഢ്യം അല്ലെ, അതിനെ തൊട്ടുള്ള മോചനം കിട്ടുന്നതാണ്. മാത്രമല്ല അവനിക്ക് രക്തസാക്ഷികളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അനുവാദം കൊടുക്കുന്നതാണെന്ന് മഹാനായ ഇമാം തൊബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമേ, സ്വലാത്ത് ചൊല്ലണേ 100 പ്രാവശ്യം ഒരു ദിവസം. പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാവും ഉസ്താദേ. എന്തൊക്കെ ദിക്റും ഒരുപാട് തസ്ബീഹൊക്കെ ഇല്ലേ, അതിൻ്റെ ഇടയ്ക്ക് 100 വട്ടമൊക്കെ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലുന്നത്? നമുക്കൊരു പ്രയാസമില്ലേ?
അങ്ങനെ പ്രയാസത്തോടെ, ആ പ്രയാസമുള്ളപ്പോൾ തന്നെ പ്രയാസം മാറ്റിവെച്ചിട്ട് ചൊല്ലുമ്പോഴാണ് ഈ പ്രതിഫലം കിട്ടുക എന്നാണ്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ട്, എന്നിട്ടും നമ്മളത് ചെയ്യുമ്പോൾ അതിനാണ് പ്രതിഫലം കൂടുതൽ. അല്ലാതെ എല്ലാ സൗകര്യങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പ്രതിഫലമുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്, ചിലപ്പോൾ ടൈം കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എന്നിട്ടും നമ്മൾ അമൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്വലാത്ത് ഒരു ദിവസം 100 വട്ടം ഒരു മനുഷ്യന് ചൊല്ലാൻ പറ്റുമോ? പറ്റിയാൽ അവനിക്ക് അല്ലാഹു തആല രക്തസാക്ഷികളുടെ പ്രതിഫലം. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഉസ്താദ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ പോയാൽ മതി, രക്തസാക്ഷികളുടെ പ്രതിഫലമൊന്നും വേണ്ട എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിക്കരുതേ. കാരണം ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു മനുഷ്യൻ അറിഞ്ഞാൽ അവൻ പിന്നെ അത് മാത്രം കൊതിക്കുന്ന, അതിനു വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെടുമെന്നാൽ രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടാൻ ഒരുപാട് നേട്ടങ്ങളാണ് മഹത്തുക്കൾ നമുക്ക് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുണ്ടേ. പിന്നെയോ ഇത് പതിവാക്കിയാൽ മുത്തു ഹബീബിനെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമേ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ് ഞാനും നിങ്ങളും, അത് മാറാനും ഈ ഒരു സ്വലാത്ത് നമുക്ക് കാരണമാണ്. പിന്നെയോ ശത്രുക്കളുടെ പരാജയം നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഈ സ്വലാത്ത് പതിവാക്കണേ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കണോ? ഈ സ്വലാത്ത് പതിവാക്കണേ. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്, 8ലധികം നേട്ടങ്ങളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിന് കൊടുത്തിട്ടുള്ളത്. സ്വലാത്ത് നോക്കിയാലോ. ബിസ്മില്ലാ. ഏതാ സ്വലാത്ത്? അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. എൻ്റെ പൊന്നുസ്താദ്, ഇതെന്തു ഭയങ്കര നീളമുള്ള സ്വലാത്താണല്ലോ, ഭയങ്കര ദീർഘമാണല്ലോ, ഇതെങ്ങനെ ഞങ്ങൾ ചൊല്ലും? ഇങ്ങനെ നമുക്ക് പ്രയാസം തോന്നുന്ന ഈ കാര്യം ചെയ്യുമ്പോഴാണ് പ്രതിഫലം കൂടുതൽ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു സ്വലാത്താണ്. അത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടമുണ്ട് അല്ലേ? അത് നമുക്ക് എളുപ്പമാണ് ചൊല്ലാൻ. പക്ഷെ ഇച്ചിരി പ്രയാസമുണ്ടെന്ന് തോന്നുന്ന ഈ സ്വലാത്ത്, പ്രയാസമില്ല സത്യത്തിൽ, തോന്നുന്ന ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ഒരുപാട് നേട്ടം വീണ്ടും കിട്ടും. സ്ക്രീനിൽ കാണാമല്ലോ, നമുക്ക് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ഒന്നുകൂടി. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. വളരെ പുണ്യമുള്ള ഒരു സ്വലാത്താണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഈ സ്വലാത്ത് നിത്യമാക്കണേ. ഒരു ദിവസം 1 വട്ടമെങ്കിലും ഈ സ്വലാത്ത് ഒന്ന് പറയണേ. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് മഗ്രിബിന് മുമ്പ് 7 വട്ടമെങ്കിലും ഈ സ്വലാത്ത് എൻ്റെ ഉമ്മച്ചിമാർക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എൻ്റെ വാപ്പമാർക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ 8ലധികം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അത് നമുക്ക് നേടിയെടുക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ കുടുംബം, എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾക്ക് നീ വസീല എന്ന് പറയുന്ന ഉന്നതമായ ഒരു ദറജയുണ്ടല്ലോ സ്വർഗത്തിൽ, അത് നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ പ്രതിഫലങ്ങൾ ഒരുപാട് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, അർഹതപ്പെട്ട ഒന്നിനനുസരിച്ച്, അതായത് എന്തെല്ലാം അർഹതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടോ അതിനെല്ലാം അനുസരിച്ച് ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ നബിതങ്ങൾക്ക് നീ കൊടുക്കണേ റബ്ബേ എന്നാണ് ആ സ്വലാത്തിൻ്റെ ഏകദേശം മൊത്തത്തിലെ അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ, സ്വലാത്തൊന്ന് പറഞ്ഞേ.
ഒരു 3 വട്ടം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ കടങ്ങൾ മാറ്റി തരട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. ഇത് പതിവാക്കിയാൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്നാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ആ മുത്തായ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് അല്ലാഹുവേ മദീന റൗള ഷരീഫിൽ ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഈ സ്വലാത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീക്ക് തരണേ അല്ലാ. നമ്മൾ ദുആരക്കണം. മാത്രമല്ല നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, മാത്രമല്ല 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ നമുക്ക് വേണ്ടി പുണ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഈ സ്വലാത്തിനെ പറ്റിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. അൽഹംദുലില്ലാ, പരിപാവനമായ പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ ഈ സുന്ദരമായ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ പറഞ്ഞ ഈ സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബ് തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്ത് പറഞ്ഞ് പറഞ്ഞ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വലാത്ത് ഒരു ആത്മീയമായ ഗുരുവാണെന്നാണല്ലോ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ആ ആത്മീയ ഗുരുവായി നമുക്ക് ഈ സ്വലാത്തിനെ കാണാനും ആ സ്വലാത്ത് ഒരുപാട് വട്ടം പറഞ്ഞ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് രക്തസാക്ഷികളോടൊപ്പം കടന്നു പോവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, സങ്കടത്തിൽ പെട്ടുപോയവർ, കടങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോയവർ, അതുപോലെ തന്നെ വീടൊന്ന് വിറ്റ് കിട്ടാൻ ഉസ്താദെ ദുആരക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്, നടുവേദനയാണ്, ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്, അതുപോലെ വെരിക്കോസിൻ്റെ അസുഖമാണ്, യൂറിക് ആസിഡ് കൂടുതലാണ്, ഫാറ്റി ലിവറാണ്, കിഡ്നിക്ക് പ്രോബ്ലമാണ്, ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമറാണ്, അതുപോലെ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ്, അറ്റാക്ക് വന്ന് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് 100,000 രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് അള്ളാഹുവെ ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ റഹ്മാനെ, ഞങ്ങളെ ചൊല്ലിയ ഈ സ്വലാത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ പടച്ചവനെ കരുണയുള്ള അള്ളാഹ് അവരുടെയും ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അള്ളാഹുവെ. എല്ലാവിധ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും ആ നബി തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനും ഈ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഞങ്ങൾ. ഈ പറയുന്ന നിമിഷവും പലരും അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അബദ്ധം ചെയ്തു പോവാൻ സാധ്യതയുണ്ട് റബ്ബേ. ഞങ്ങളൊക്കെ മനുഷ്യരാണ് അല്ലാഹു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസുലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരൊക്കെ പരീക്ഷകളൊക്കെ വരികയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇനി ശഅബാൻ വരുന്നു, റമളാൻ വരുന്നു. ആ മാസങ്ങളെയൊക്കെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.